നമ്മളൊരു ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്നത് അതെനിക്കൊരു വലിയൊരു കുറ്റകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതിപ്പോഴും തോന്നിയിട്ടില്ല. നമസ്കാരം. ജനാധിപത്യ കേരളം, രാഷ്ട്രീയ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അപൂർവ പ്രതിഭാസത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണോ അതോ മധ്യകാലത്തെ ഏതെങ്കിലും പ്രാകൃത ഗോത്ര വ്യവസ്ഥയിലാണോ എന്ന് സംശയിച്ചു പോകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ജനപ്രതിനിധിക്ക്, നമ്മുടെ നാടിൻ്റെ ഒരു മന്ത്രിക്ക് സ്വന്തം വീട്ടിൽ വിരുന്ന് നൽകി, ഒരു നേരം നല്ല ആഹാരം കൊടുത്തു എന്നുള്ള ഒരൊറ്റ മഹാ അപരാധത്തിൻ്റെ പേരിൽ ഒരു മുതിർന്ന പാർട്ടി പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതും മാനവികതയുടെയും സഖാത്വത്തിൻ്റെയും ക്ലാസ് എടുക്കുന്ന ഇടതുപക്ഷത്തെ ഒരു പ്രധാന ഘടകകക്ഷിയിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് എന്ന്. മാനവികത പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരാളെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഇനി അയാളുടെ രാഷ്ട്രീയമായിരിക്കണം എന്നാണ്. അങ്ങനെ ചിന്തിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നാണക്കേടാണ്, അത് ഒരു അടയാളമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നാടിൻ്റെ മന്ത്രിയാവുമ്പോൾ നമ്മളൊരു ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്നത് അതെനിക്കൊരു വലിയൊരു കുറ്റകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതിപ്പോഴും തോന്നിയിട്ടില്ല, അപ്പോഴും തോന്നിയില്ല. അതിൻ്റെ പേരിൽ നമ്മളത് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ CPI-കാരനാണ്. ആ CPI-കാരനായിട്ട് കാലങ്ങൾ എത്രയായിട്ട് നടന്നുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം ഇന്ന് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കി. കാരണം ഞാൻ ചെയ്ത കുറ്റം ഇതാണ്. കാരണം പാർട്ടി വിരുദ്ധ പരിപാടിയായിട്ട്, വിരുദ്ധ പ്രവർത്തനമായിട്ട് കൂട്ടിക്കൊണ്ട് എന്നെ പാർട്ടിയിൽ നിന്ന് അംഗത്വത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സംഭവം നടന്നത് തൃശ്ശൂർ അഷ്ടമിച്ചിറയിലാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള UDF-ന്റെ സ്ഥാനാർത്ഥി OA ജനീഷ് അറിയല്ലോ, MLA മന്ത്രി OA ജനീഷിന് വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു വിരുന്ന് നൽകി. ആശയപരമായി യോജിപ്പൊക്കെ ഉണ്ടാകാം, പക്ഷെ വ്യക്തിപരമായി വൈരാഗ്യവും വെറുപ്പും വെച്ചു പുലർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ദീർഘകാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന സാധാരണക്കാരനായിട്ടുള്ള CPI പ്രവർത്തകൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് കഷ്ടാണ്. ദീർഘകാലമായി ചോര, അത് ആ ചെങ്കൊടി അത് ഹൃദയത്തിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന സാധാരണക്കാരനായിട്ടുള്ള CPI പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്ത ഒരു എന്താ പറയുക, ഒരു എങ്ങനെ കേൾക്കണമെന്നറിയാൻ വയ്യ. ആ പാർട്ടി എത്രത്തോളം ചെറുതായി എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്താണ് പാർട്ടിയുടെ കണ്ടെത്തലെന്നറിയാം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായിരുന്ന VR സുനിലിനെ തോൽപ്പിച്ച ആളാണ് ഈ ജനീഷ്. അങ്ങനെയുള്ള ഒരാളെ വീട്ടിൽ കയറ്റി ഭക്ഷണം കൊടുക്കാൻ അബ്ദുറഹ്മാന് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ ട്രോള് പുറത്ത് ചാടാറുണ്ട്. അത് പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണമായി മാറാറുമുണ്ട്. ഇവിടെ ചോദിച്ചത് തോറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആദരസൂചകമായിട്ട് മന്ത്രിയെ പട്ടിണിക്കിടണമായിരുന്നോ എന്നാണ്. ഇപ്പോൾ അണികൾ ചോദിക്കുന്നത് അങ്ങനെയാണ്. തൻ്റെ മകൻ്റെ സുഹൃത്താണ് മന്ത്രിയെന്നും മകൻ UDF പ്രവർത്തകനായതുകൊണ്ട് മകൻ പറഞ്ഞിട്ടാണ് വിരുന്നൊരുക്കിയെന്നും ഈ പാവം മനുഷ്യനെ എത്ര പറഞ്ഞിട്ടും ബ്രാഞ്ച് സെക്രട്ടറിക്ക് മനസ്സറിഞ്ഞില്ലെന്നാ പറയണേ. അതായത് ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ 2-3 പാർട്ടിക്കാരുണ്ടാവും. ഇപ്പൊ AK ആന്റണി കറ തീർന്ന പക്ക കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. മകൻ നേരെ BJP പോയില്ലേ. K മുരളീധരൻ കോൺഗ്രസിൽ നിൽക്കല്ലേ, ഇപ്പോൾ മന്ത്രിയല്ലേ, സ്വന്തം പെങ്ങളെ BJP പോയേക്കല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവരെയൊക്കെ പടിയടിച്ച് പിണ്ടമിക്കേണ്ടി വരില്ലേ. അപ്പൊ എന്ത് ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവരുടെ മനസ്സ് എവിടെ നിൽക്കുകയാണ് എന്നുള്ളത്. കഴിഞ്ഞ മെയ് 29-നാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കാണിച്ചിട്ട് പുറത്താക്കൽ കത്ത് കയ്യിൽ കൊടുത്തത്. സ്വന്തം നാട്ടിലെ ഒരു മന്ത്രിക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്തതിന് ഒരു വലിയ കുറ്റകൃത്യമായി കാണുന്ന ഒരു വിചിത്രമായ ഒരു ബുദ്ധി. എന്താ ഇപ്പോൾ അതിനെ വിളിക്കേണ്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. മുതിർന്ന നേതാക്കൾ, അതിന് മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, MP-മാരായിക്കോട്ടെ, അവരൊക്കെ AC മുറിയിലിരുന്ന് പരസ്പരം വിരുന്ന് കഴിക്കും. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് എല്ലാ പാർട്ടികളും, ഇപ്പോൾ അന്ന് കുഞ്ഞാലിക്കുട്ടിയുണ്ട്, K സുരേന്ദ്രനുണ്ട്, കുറച്ച് മുമ്പാണ്, അതിൽ VD സതീശനുണ്ട്, പിണറായി വിജയനുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വലിയ വിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നത് സംസാരിച്ചിരുന്നിട്ട് ആ ചിത്രം അണികൾ തമ്മിലടിക്കട്ടെ, നേതാക്കന്മാർ ഒന്നാണ് എന്ന രീതിയിൽ ക്യാപ്ഷൻ പ്രചരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, VD സതീശനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒരു മേശയിൽ 2 ഇലയിട്ട് പരസ്പരം സൗഹൃദം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ പുറത്തു വന്നില്ലേ. അങ്ങനെയാണെങ്കിൽ സഖാവ് പിണറായി വിജയനെ ആദ്യമേ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ. അപ്പൊ എന്തിനാണ് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അണികളുടെ ഇടയിൽ പടർത്തുന്നതെന്ന് അറിയാൻ വയ്യ. ഒന്നാമത് ഈ അണികളെ ഇപ്പൊ കണ്ടുകൂടാ, അണികളെ പിടിച്ച് ജയിലിലിടുന്ന കാലമാണ്. അതിനിടയിൽ കൂടെയാണ് ഇത്തരത്തിലുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയം കൂടെ പ്രചരിപ്പിക്കുന്നത്. ഇതേ കേരളത്തിലാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും
അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനും ഒരേ വേദിയിൽ വെച്ച് ഒരു മേശയ്ക്ക് ഒരു വശത്ത് തന്നെ ഇരുന്ന് രണ്ടുപേരും കൂടെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് ഫുഡ് കഴിച്ചത് അല്ലേ? ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവർ ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത്. അതിന് രാഷ്ട്രീയമായിട്ട് ഒരു വിഷയമല്ല. ഇപ്പൊ സഭയ്ക്കുള്ളിൽ രാഷ്ട്രീയമായിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ എന്തെല്ലാം നടത്തി. അതിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്ത ശേഷം പിണറായി വിജയന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ ആദ്യം? അതൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അല്പത്തരമെന്നല്ലാതെ ഒന്നും പറയാനില്ല. വിവരക്കേട് അത്രേ ഉള്ളൂ. കമ്മി എന്ന് പറയുമല്ലോ, അത്രേ ഉള്ളൂ. അതങ്ങനെ തന്നെ കണക്ക് കൂട്ടേണ്ടതുള്ളൂ. സത്യത്തിൽ രാഷ്ട്രീയത്തിൽ ആശയപരമായി ഇവർ തല്ലുകൂടുന്നു, ആശയപരമായി സംവദിക്കുന്നു. രണ്ടും ജനങ്ങൾക്ക് വേണ്ടി, നാട്ടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി അല്ലേ? അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് തല്ലുകൂടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഒരുമിച്ച് ചായ കുടിക്കാം, വിരുന്നുകൾ പങ്കെടുക്കാം, പരസ്പരം കെട്ടിപ്പിടിച്ച് സൗഹൃദം പുതുക്കാം. അങ്ങനെയൊക്കെ തന്നെയാണ് നേതാക്കന്മാര് പരസ്പരം അണികൾക്ക് മാതൃകയായി കൊടുക്കേണ്ടത്. അല്ലാതെ തമ്മിൽ തല്ലി ചതച്ചുമല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. അല്ല, ഇടതുപക്ഷ പാർട്ടികൾക്ക് അതാണ് മാതൃക എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ കാറടിച്ച് പൊളിച്ച് 2 ഉദ്യോഗസ്ഥന്മാരെ തല്ലി, പിന്നെ ഒരു ഡ്രൈവറെ കണ്ണടിച്ച് പൊട്ടിച്ച്. ഏതായാലും വരുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ ഇങ്ങനെ എടുത്ത് ചാടുന്നതിന്റെ. ഇവിടെ വലിയ നേതാക്കൾക്ക് പരസ്പരം ഇരുന്നുണ്ണാനും ഒരു AC മുറിയിലിരുന്ന് ചർച്ചകൾ നടത്താനും യാതൊരു തടസ്സമില്ല എന്നുണ്ടെങ്കിൽ താഴെ തട്ടിലുള്ള സാധാരണ അണികളിലേക്ക് വരുമ്പോൾ അവർക്കും അങ്ങനെ തന്നെ സാധിക്കണം. ഒരുമിച്ച് പ്രവർത്തിക്കാൻ മറ്റു കാര്യങ്ങൾ ചെയ്യണം. ഒരു നാട്ടിലിപ്പോ നമുക്കറിയാലോ, വയനാട് ലാൻഡ്സ്ലൈഡ് ഉണ്ടായി. പരസ്പര വൈരികളായിട്ടുള്ള ഇപ്പോൾ സേവാഭാരതിയും STPയും എല്ലാം ഒരുമിച്ച് തന്നെയല്ലേ പ്രവർത്തിച്ചത്? എന്നാലോചിച്ച് നോക്ക്. അതൊക്കെയല്ലേ മാതൃക എന്ന് പറയുന്നത്. അല്ലാതെ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ അണികളിലേക്ക് ഇവരിങ്ങനെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷം ഇങ്ങനെ കുത്തിവെക്കുന്നത് അത് ശരിയാണോ? രാഷ്ട്രീയമായിട്ട് അപ്പുറത്തെ പാർട്ടികളുള്ള ശത്രുവാണ് എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണോ? അവനെ കണ്ടാമിണ്ടരുത്, അവന് വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുക്കരുത് എന്ന രീതിയിലുള്ള ഒരുതരം അയിത്തം, അത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ്. മുതിർന്ന നേതാക്കൾ പരസ്പരം സൗഹൃദം പങ്കിടുമ്പോൾ പാവം അണികൾ മാത്രം എന്തിനാണ് തെരുവിൽ ഇങ്ങനെ വെറുപ്പ് ചുമന്ന് തമ്മിലടിച്ച് നടക്കണതെന്ന് ഈ നേതാക്കൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ CPMന്റെ CPIയുടെ മന്ത്രിയല്ലല്ലോ, കേരളത്തിന്റെ മന്ത്രിയാണ്. ആ മന്ത്രിയെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ പാർട്ടി പുറത്താക്കിയെങ്കിലും അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്: നാടിന്റെ മന്ത്രി വരുമ്പോൾ ഭക്ഷണം കൊടുത്തത് തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. രാഷ്ട്രീയമൊക്കെ അതിന്റെ വഴിക്ക് പോകും, പക്ഷെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നിലനിൽക്കണം. കഷ്ടമെന്ന് പറയട്ടെ, ഈ സാമാന്യ ബുദ്ധി പോലും നമ്മുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കള് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ. ഇപ്പുറത്തെ രാഷ്ട്രീയം എങ്ങനെ പ്രതികരിക്കും അറിയാൻ വയ്യ. കാരണം അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വർഗവഞ്ചകനാകും, ചിലപ്പോൾ അദ്ദേഹത്തെ വെട്ടിക്കൊന്നു വരും. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ വില കൽപ്പിക്കുന്ന ഒരു പുതിയ തലമുറയെങ്കിലും ഇവിടെ ഉണ്ടാകണം. ഈ കോക്രോച്ചൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായി വരുന്ന അവരുടെ കാര്യം കൂടെ പറയുന്നത് കേൾക്കണം. കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന കടൽക്കടവന്മാർക്ക് ശേഷം പാർട്ടി തന്നെ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. നേതാക്കളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഇരകളാകണോ അതോ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കണോ എന്ന് അണികൾ ചിന്തിക്കുക. അതിന് മാർഗമുള്ളൂ. ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ ഒന്ന് എഴുതണം. കാരണം ഇത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏത് പാർട്ടിയിലായാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഏതെല്ലാം പാർട്ടിക്കാരെ കാണുന്നുണ്ട്, ഏതെല്ലാം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പാർട്ടി നോക്കിയിട്ടോ അവരുടെ മതം നോക്കിയിട്ടോ നമുക്ക് സഹകരിക്കാൻ പറ്റും. നമ്മളെവിടെയെങ്കിലും വീണ് കിടന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിട്ട് വരട്ടെ, അല്ലെങ്കിൽ CPIക്കാരൻ വന്നിട്ട് എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറയുമോ? അങ്ങനെ പറയോ? അല്ലെങ്കിൽ ഈ മതക്കാരൻ വന്നാൽ മതി എന്ന് പറയോ? അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ സംഗതി കുടുങ്ങൂലേ? ഇല്ലേ? Different angles. Don't forget to subscribe and support this channel.